ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ടീച്ചറെ, എല്ലാവർക്കും പെട്ടെന്ന് പണം ഉണ്ടാക്കാന്നുള്ള ആഗ്രഹമാണ് എല്ലാവരുടെ മനസ്സിലും പെട്ടെന്ന് വരും. അതിന് നമ്മൾക്ക് ലഘുവായിട്ടും സ്വയം ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഐഡിയ കൊടുക്കാൻ പറ്റും? പിന്നെ ഒരുപാടുണ്ട്. യന്ത്രങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് യന്ത്രങ്ങളുണ്ട്. ഇപ്പോൾ ലക്ഷ്മി യന്ത്രം, വശ്യയന്ത്രം, ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും യന്ത്രങ്ങളുടെ ഒരു കാലമാണ്. പക്ഷെ അതിനൊക്കെ നമുക്ക് പണച്ചെലവുണ്ട്. ഇപ്പൊ നമുക്ക് ഏതെങ്കിലും യന്ത്രം എഴുതുന്നതായിരിക്കുന്ന ശാന്തിക്കാരെ പോയി കാണണം ആ യന്ത്രം. ഇത് നിങ്ങൾ സ്വയം ചെയ്യുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു 10 രൂപയുടെ പോലും ചിലവില്ലാത്തതായിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മളുടെ ജാതകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന, അതായത് നമുക്ക് വെളിച്ചം തരുന്നതായിരിക്കുന്ന ഒരു ഗ്രഹമാണ് എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ ലക്ഷ്മി, അല്ലെങ്കിൽ നമ്മളുടെ ജീവൻ തുടിപ്പ് എന്നൊക്കെ പറയുമല്ലോ. ഇത് നിലനിർത്തുന്നതായിരിക്കുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ. ആ ശുക്രനെ കൊണ്ടുള്ളതായിരിക്കുന്ന ഒരു ശുക്രസംഖ്യ എന്ന് പറയുന്നതായ, അതായത് ലക്ഷ്മിയെ പ്രദാനം ചെയ്യുന്നതായിരിക്കുന്ന ഒരു യന്ത്രമാണ്. ആ യന്ത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 4 സംഖ്യകളെ കൊണ്ടാണ് ഈ യന്ത്രം, അതായത് നമ്മൾ ആ യന്ത്രം 4 സംഖ്യകൾ നമ്മൾ ഒരു വെളുത്ത കഷ്ണം പേപ്പറിൽ നമ്മൾ എഴുതി വയ്ക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പരിഹാസമായിട്ടോ ഒരു കോമഡി ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് തോന്നാം. പക്ഷെ നിങ്ങൾ വിശ്വാസമുള്ളവർ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. അവിശ്വാസികൾ ഒരിക്കലും ഈ വീഡിയോ കണ്ടിട്ട് ഇത് ഇതുപോലെ ചെയ്ത് നമ്മൾക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് ആയിരിക്കുന്ന ഒരു ഫലം നമുക്ക്, കാരണം ഞാൻ യാതൊരു തരത്തിലുള്ളതായിരിക്കുന്ന ബെനിഫിറ്റും മോഹിച്ചിട്ടല്ല ഞാൻ ഈ വീഡിയോകളെല്ലാം ചെയ്യുന്നത്. എനിക്ക് അറിയാവുന്നതായിരിക്കുന്ന വിദ്യ ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. എപ്പോഴും നമ്മൾ ആചാരാനുഷ്ഠാനങ്ങളിലെല്ലാം വിശ്വസിക്കുന്നവരും അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ നല്ല ഒരു കാഴ്ചപ്പാടോടുകൂടി നടക്കുന്നവർക്കും വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ശുക്രസംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ശുക്രനാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഗ്രഹം. ശുക്രൻ മറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കുന്ന ഐശ്വര്യങ്ങൾ എല്ലാം മറഞ്ഞു തന്നെയിരിക്കും. അപ്പോൾ ആ സംഖ്യ വരുന്നത് 1356, 1356. അപ്പോൾ ഈ സംഖ്യയുടെ പ്രത്യേകത എന്തെന്ന് നോക്കാം. ഒന്നുകൊണ്ട് നമ്മൾ സൂര്യനെയാണ് കാണുന്നത്. സൂര്യന്റെ പ്രാധാന്യം എന്താണ്? ജാതകത്തിലെ രാശിചക്രത്തിലെ രാജാവാണ് ശുക്രൻ. ഇനി 3 എടുക്കാം. 3 ഗുരുവാണ്. അതായത് ലക്ഷം ദോഷം ഗുരോഹന്തി എന്നാണ് പ്രമാണം, ആചാര്യന്മാർ പറയുന്നത്. ഇപ്പൊ 1,00,000 ദോഷമുണ്ടെങ്കിലും വ്യാഴപ്രസാദമുണ്ടെങ്കിൽ അവൻ ഭാഗ്യവാനാണ് എന്നാണ് പ്രമാണം. അപ്പോ 3 എന്നുള്ളതായിരിക്കുന്ന സംഖ്യ ഗുരുവിനെയാണ്, വ്യാഴനെയാണ് കാണിക്കുന്നത്. ജീവനും ധനത്തിനും സന്താനത്തിനും എല്ലാത്തിനും വിദ്യയ്ക്കും ഒക്കെ ഉള്ളതായിരിക്കുന്ന പ്രാധാന്യം ആ 3 എന്നുള്ളതായ വ്യാഴനെ സൂചിപ്പിക്കുന്നതായ സംഖ്യയ്ക്കുണ്ട്. അതുപോലെ തന്നെ 5 എന്ന് പറയുമ്പോൾ നമ്മള് ബുധനെയാണ് സൂചിപ്പിക്കുന്നത്. ബുധന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രാശിചക്രത്തിലെ ലൗകിക കാരകനാണ്. അതായത് നമ്മളെല്ലാവരും ലൗകിക സുഖങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടിയാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതാണല്ലോ 4 പുരുഷാർത്ഥം. ആ 4 പുരുഷാർത്ഥത്തിൽ 4ാമത്തെ പുരുഷാർത്ഥം വരുമ്പോഴാണ് സന്യാസത്തിലേക്ക് പോകുന്നത്. 3 പുരുഷാർത്ഥങ്ങളിൽ നമ്മൾ ലൗകിക ജീവിതമാണ് നയിക്കുന്നത്. ബുധനെ കൊണ്ട് ലൗകിക കാരകനാണ്, ലൗകിക ജീവിതമാണ് കാണുന്നത്. അപ്പോഴും ധനം, ഭൂമിക്ക് മുകളിലുള്ളതായ ഐശ്വര്യങ്ങൾ, അതായത് വീട്, ഇലക്ട്രോണിക് ഉപകരണങ്ങളല്ലേ. ഇപ്പൊ നമുക്ക് ഒരു AC ഒന്നും ഇല്ലാണ്ട് കടും ചൂടില് നമുക്ക് ജീവിക്കാനൊന്നും പറ്റില്ല. ഇതൊക്കെ നമ്മൾ ബുധനെ കൊണ്ടൊക്കെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ 5 കൊണ്ട് നമ്മൾ ബുധനെയാണ് ലൗകിക ജീവിതത്തിൽ വേണ്ടുന്നതായിരിക്കുന്ന അഷ്ട ഐശ്വര്യങ്ങളും നൽകുന്നതായിരിക്കുന്ന ആ ഒരു ഭാവം. ഇതുപോലെ തന്നെ 6 എന്നുള്ളതായിരിക്കുന്ന സംഖ്യയെ കൊണ്ട് ശുക്രനെയാണ് നമ്മൾ കാണുന്നത്. ശുക്രൻ എല്ലാ ഐശ്വര്യങ്ങളും നൽകുന്നത്. അതായത് നമുക്ക് എന്താണോ വേണ്ടത്, ലക്ഷ്മി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ പോലും
ചൈതന്യമായിട്ടും ജീവനായിട്ടും എല്ലാം തുടിക്കുന്നതായ ഒരു ഭാവമാണ്. ആഗ്രഹത്തിന്റെ ഒരു പ്രതിഫലനം നമ്മളുടെ ജീവിതത്തിലും നമ്മുടെ ശരീരത്തിൽ പോലും ഉണ്ടാകണം. അപ്പോൾ 1356 എന്നുള്ളതായ സംഖ്യ, അത് എങ്ങനെയാണ് എഴുതേണ്ടത്? ഒരു നല്ല ഒരു കഷ്ണം കടലാസ് നമ്മൾ ചതുരത്തിൽ ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ 1356 എന്നുള്ളത് പച്ച മഷി കൊണ്ട് എഴുതണം. വേറെ ഒരു മഷി കൊണ്ട് നമ്മൾ എഴുതരുത്. പച്ച സമൃദ്ധിയുടെയും കൂടി ചിഹ്നമാണ്. പച്ച മഷി കൊണ്ട് നമ്മൾ എഴുതിയിട്ട് ഇത് എങ്ങനെയാണ് എവിടെയാണ് വഹിക്കേണ്ടത്? നല്ല പേഴ്സായിരിക്കണം. കാരണം നമ്മൾ കീറിയതോ പിശുക്കൊണ്ട് ചിലപ്പോൾ നമുക്കല്ല വാങ്ങാൻ കാശില്ലാത്തത് കൊണ്ട് കീറിയ പേഴ്സൊക്കെ ചിലപ്പോൾ നമ്മൾ കൊണ്ടു നടക്കും. അല്ലെ ഹാൻഡ് ബാഗോ അല്ലെ എന്താണോ. ഇപ്പൊ പുരുഷന്മാരാണെങ്കിലും ഇപ്പൊ മണി പേഴ്സൊക്കെ അവർക്ക് യൂസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഈ പേഴ്സിൽ ഈ യന്ത്രം ഇങ്ങനെ ഈ സംഖ്യ ശുക്രസംഖ്യ എന്നാണ് പറയുന്നത്. ശുക്രസംഖ്യ യന്ത്രം എന്നാണ് അതിനെ പറയുന്നത്. അത് എഴുതിയിട്ട് ഈ പേഴ്സിൽ എങ്ങനെയാണ് വയ്ക്കേണ്ടത്? നമുക്ക് ഇതിന് ഒരു മന്ത്രമുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഓം ശും ശുക്രായ നമഃ എന്ന് പറഞ്ഞിട്ട് വേണം ഇത് എഴുതാനായിട്ട്. അത് ഞാൻ അതിൽ കൊടുക്കുന്നതാണ് സംശയമുള്ളവർക്ക്. അങ്ങനെ എഴുതിയിട്ട് നമ്മളത് എന്ത് ചെയ്യണം? അത് നന്നായിട്ട് മടക്കണം. മടക്കുമ്പോൾ അതിലെന്ത് ചെയ്യണം? ഒരു 10ന്റെയോ ഒരു 50ന്റെയോ അധികം മുഷിയാത്തതായിരിക്കുന്ന വലിയ നോട്ട് വയ്ക്കണമെങ്കിലും വെച്ചോളൂ, നിങ്ങളുടെ ഇഷ്ടത്തിന് വെച്ചോളൂ. അങ്ങനെ ഒരു മുഷിയാത്തതായിരിക്കുന്ന ഒരു നോട്ടും കൂടി അതിൻ്റെ കൂടെ വെച്ചിട്ട് നിങ്ങളുടെ ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യുന്ന നല്ല പേഴ്സിലോ നല്ല ഹാൻഡ് ബാഗിലോ അതുപോലെ തന്നെ നമ്മുടെ അലമാരിയിലാണല്ലോ നമ്മൾ ധനവും അതുപോലെ സ്വർണവും ഒക്കെ സൂക്ഷിക്കുന്നത്, ആ ലോക്കറിലാണെങ്കിലും നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. അതും വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇത് കൃഷ്ണപക്ഷത്തിലെ വെള്ളിയാഴ്ച ദിവസം എഴുതേ ചെയ്യരുത്. ശുക്ലപക്ഷത്തിലെ വെള്ളിയാഴ്ച ദിവസം, അത് ശുക്ലപക്ഷവും പൗർണമിയും കൂടി വരികയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. ഇല്ലെങ്കിൽ അമാവാസി കഴിഞ്ഞിട്ട് ചന്ദ്രൻ ബലവാനായി വരുന്നതായിരിക്കുന്ന വെള്ളിയാഴ്ച ദിവസം മാത്രമേ എഴുതാവൂ. അങ്ങനെ ഭക്തിയോടും വിശ്വാസത്തോടും കൂടിയാണ് നിങ്ങളിത് എഴുതി നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 1 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് അധിക ചെലവുകൾ വരാതെ പണം നമുക്ക് വന്നു ചേരുന്നതാണ്. ഇപ്പൊ നമ്മൾ പേപ്പറിൽ എഴുതാന്ന് പറയുമ്പോ ആ പേപ്പറിന് എന്തെങ്കിലും കളറ് ഉണ്ട്? അല്ല, സാധാരണ നമ്മൾ വൈറ്റ് പേപ്പർ എടുത്താലും മതി. പച്ച മഷി കൊണ്ടായിരിക്കണം ആ പേപ്പറിൽ നമ്മൾ എഴുതേണ്ടുന്നത്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ രാവിലെ ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോ രാവിലെ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എഴുതാനുള്ളത് വെള്ളിയാഴ്ച ദിവസം സന്ധ്യാസമയത്താണ്. രാവിലെ ഉള്ളതായിരിക്കുന്ന ആ സമയത്തിനും വൈകിട്ട് സന്ധ്യാസമയത്തിനും പ്രാധാന്യമുണ്ട്. രാവിലെ ലക്ഷ്മി കയറി വരുന്ന ദിവസമാണ്, സന്ധ്യാസമയത്തും ലക്ഷ്മി കയറി വരുന്നതാണ്. അപ്പോൾ വൈകിട്ട് ഇപ്പൊ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ വൈകിട്ട് വീട്ടിലെത്തുമല്ലോ, അത് കഴിഞ്ഞ് ഒന്ന് മേലെഴുകലൊക്കെ കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് ഇത് എഴുതിയിട്ട് പേഴ്സിൽ സൂക്ഷിച്ചാൽ മതി. എന്നിട്ട് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോ നമ്മള് നല്ല കാര്യമല്ലേ, നമുക്ക് ആശ്വാസം കൊടുക്കുന്നൊന്നും ചെയ്യുന്നതല്ല. എന്നിട്ട് എന്നും ഇത് നമ്മളൊന്ന് നമ്മുടെ കയ്യിലെടുത്തിട്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കുക. ഇപ്പൊ ആ മന്ത്രം ഒന്ന് ജപിക്കുക. എന്നിട്ട് അത് വീണ്ടും അതുപോലെ തന്നെ അവിടെ വയ്ക്കുകയാണെങ്കിൽ അതിന് ജീവൻ വെച്ച് വരികയാണ്. ഇപ്പൊ നമ്മൾക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ നമ്മളതിനെ എപ്പോഴും താലോലിച്ചുകൊണ്ടിരിക്കില്ലേ? ഇത് തന്നെയാണ് പണവും. പണത്തെ നമ്മൾ എപ്പോഴും താലോലിക്കണം. പണം നമ്മൾ വീണ്ടും വീണ്ടും എടുത്ത് എണ്ണുമ്പോൾ അതിന് പോസിറ്റീവ് എനർജിയാണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെയാണ് ഈ യന്ത്രത്തിനും വരുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉപയോഗിക്കാൻ പറ്റും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ തന്നെ ഉപയോഗിക്കാം. പിന്നെ സ്ത്രീകൾ അശുദ്ധി വരുന്ന സമയത്ത് ഈ യന്ത്രം നമുക്ക് ഇപ്പൊ മാക്സിമം നമ്മൾ കൈകൊണ്ട് തൊടാതിരുന്നാൽ അത് നല്ലത്. ആ സമയത്ത് സ്ത്രീകൾ ഇത് എഴുതുകയും ചെയ്തത് അത് അവർ ശുദ്ധം വന്നതിന് ശേഷം വെള്ളിയാഴ്ച ദിവസം നമുക്ക് വരുമല്ലോ, അപ്പൊ അവരത് എഴുതി സൂക്ഷിച്ചാൽ മതി. പുരുഷന്മാർക്കാണെങ്കിൽ പിന്നെ അങ്ങനത്തെ ഇതൊന്നുമില്ല, ഒരു ഇതുമില്ലാണ്ട് അവർക്ക് വെള്ളിയാഴ്ച ദിവസം ശുക്ലപക്ഷത്തിലെ ദിവസം അവർക്ക് ചെയ്യാവുന്നതാണ്. ഇത് പറഞ്ഞിട്ട് മനസ്സിലാവാതിരിക്കുന്ന വ്യക്തികൾക്ക് എന്തെങ്കിലും ഐഡിയ കൊടുക്കണോ? നമ്മുടെ നമ്പർ അതിപ്പോ നിങ്ങൾക്കിപ്പോ ഇത് ഞാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും സംശയം എന്തെങ്കിലും കാണാം. ഇതിപ്പോ ഡിസ്ക്രിപ്ഷനിൽ ഇന്ന സംഭവങ്ങളെല്ലാം നമ്മൾ ചെയ്തു വയ്ക്കും.
അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ നമ്പറും അതിൽ ഇട്ട് തരുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. ഇനി ഇത് മാത്രമല്ല, നിങ്ങൾക്കിപ്പോൾ അല്ലാതെ തന്നെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതായിരിക്കുന്ന ആരും ഇപ്പം ഞങ്ങളുടെ ഇപ്പം ഒരു 5-6 വർഷത്തോളമായി വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയിട്ട് അതിനിടയിൽ കുറച്ച് നമുക്ക് ഗ്യാപ്പ് വന്നു പോയി. അത് നമുക്ക് മറ്റ് പല കാരണങ്ങളും കൊണ്ട് ഗ്യാപ്പ് വന്നതെന്നുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഇതേപോലെ തന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും അത് നമ്മൾക്ക് ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. നമ്മൾ അതിനുള്ളതായിരിക്കുന്ന മറുപടി നമുക്ക് നൽകുന്നതാണ്.